ബഹുമാന്യ മലയാളി പ്രേക്ഷകരെ, ഇന്ന് ഏഷ്യാനെറ്റിൻ്റെ ഉടമയായ മാധവൻ സാറിന് അവാർഡ് നൽകിയിരിക്കുകയാണ്. കാരണം ലോകമെമ്പാടും ഈ കേബിൾ ശൃംഖല എത്തിക്കുകയും വാർത്തകൾ അതിവേഗം ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതിൻ്റെ ഉടമയാണ്. ഇവിടെ എന്തുകൊണ്ടാണിത് കിട്ടിയത് എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കണം. ഈ വ്യവസായം കേരളത്തിലാണ്. ഇവിടെ കയറ്റിറക്ക് കൂലി ഈ കേബിൾ ശൃംഖലയ്ക്ക് നൽകേണ്ടതില്ല. എന്നാൽ ഞാൻ എല്ലാ ട്രേഡ് യൂണിയനുകളെയും ബഹുമാനിക്കുന്നുണ്ട്. NTUC, CITU, KPMS, എല്ലാ ട്രേഡ് യൂണിയനുകളെയും ബഹുമാനിക്കുന്നു. ഞാൻ വീട് വയ്ക്കുന്ന സമയവും അവരെ വിളിച്ച് തന്നെയാണ് ഓരോ കാര്യങ്ങൾ ഇറക്കാനോ കയറ്റാനോ ഉണ്ടെങ്കിൽ ചെയ്തിട്ടുള്ളത്. കാരണം അവർ രാവിലെ മുതൽ ജംഗ്ഷനിൽ വന്നാൽ വൈകുന്നേരം വരെ അവിടെ ഇരുന്ന് നമ്മളെ നാടിൻ്റെ കാവലാൾ ആണവർ. അപ്പോൾ അവർക്ക് നമ്മളിൽ ഒരു തൊഴിലുണ്ടെങ്കിൽ അത് അവർക്ക് കൊടുത്തു തന്നെ ചെയ്യണം. പക്ഷേ അതിന് അർഹമായ കൂലി മാത്രമേ വാങ്ങാവൂ. ഇവിടെ കേരളത്തിൽ പല വ്യവസായങ്ങളും കൂപ്പുകുത്തുന്നത് അമിതമായ കൂലികൾ വാങ്ങുന്നത് കൊണ്ടാണ്. കേരള ഓട്ടോമൊബൈൽസ്, കൊല്ലം പള്ളിമുക്കിലെ യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ് എത്ര തവണയാണത് പൂട്ടിയത്? കേരളത്തിലേക്ക് ആവശ്യമായ ഇലക്ട്രിസിറ്റി സാധനങ്ങൾ വാങ്ങാതെ കേരളത്തിന് പുറത്തുള്ള പല കമ്പനികളിൽ നിന്നും കേരളത്തിലെ ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി സാധനങ്ങൾ വാങ്ങുന്നത് കൊണ്ട് അവിടെ സാധനങ്ങൾ കെട്ടിക്കിടക്കുന്ന സാഹചര്യവും കയറ്റിറക്ക് കൂലിയിലുണ്ടാകുന്ന തൊഴിലാളി വിഷയങ്ങളും അതുപോലെ തന്നെയാണ് ഓട്ടോമൊബൈൽസിലും. അതിപ്പോൾ വളരെ ഇലക്ട്രിക്കൽ വാഹനങ്ങൾ ഇറങ്ങുന്നുണ്ട്. പക്ഷേ അവിടെയും പൊളിഞ്ഞ രീതിയിലാണ്. നമ്മുടെ കേരളത്തിലെ വ്യവസായം പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ കേബിൾ മേഖലയ്ക്ക് കയറ്റിറക്ക് കൂലി നൽകേണ്ടതില്ല. അതുകൊണ്ടാണ് അതിവേഗം കുതിപ്പ് നടന്നിട്ടുള്ളത്. മറ്റ് വ്യവസായങ്ങൾ പലതും പൂട്ടിക്കെട്ടിപ്പോയിട്ടുണ്ട്. ആ ചരിത്രങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ട്രേഡ് യൂണിയനുകൾ കുറച്ചുകൂടെ അമിതമായിട്ടല്ലാതെ മിതമായ രീതിയിൽ ചാർജുകൾ ഈടാക്കുന്ന രീതിയിൽ പോയിരുന്നു എങ്കിൽ, അതിന് നേതാക്കൾ തയ്യാറായി അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നു എങ്കിൽ നമ്മുടെ ഈ കേബിൾ ശൃംഖല വളർന്നതുപോലെ കേരളത്തിലെ വ്യവസായങ്ങളും നല്ല രീതിയിൽ വളരുമായിരുന്നു. അത് പാവപ്പെട്ട പല മേഖലകളിൽ പണിയെടുക്കുന്നവർക്കും തൊഴിൽ ചെയ്ത് തൊഴിലുടമകൾക്ക് അത് വളരെ നേട്ടമുണ്ടാകുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഈ ദീപാവലി കഴിഞ്ഞിരിക്കുന്നു, പല വെടിക്കെട്ടുകളും കഴിഞ്ഞിരിക്കുന്നു, സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ ചെറിയ വീട് വയ്ക്കുന്നതിന് പോലും, ചെറിയ സാധനങ്ങൾ ഇറക്കുന്നതിന് പോലും
അമിതമായ കൂലി വാങ്ങിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും അംഗമല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് മിതമായി കൈകാര്യം ചെയ്താൽ ഈ കേബിൾ ശൃംഖല വളരുന്നത് പോലെ മറ്റ് വ്യവസായങ്ങളും വളരും എന്നാണ് എനിക്ക് എൻ്റെ ബഹുമാന്യ ട്രേഡ് യൂണിയനുകളോടും നമ്മുടെ നാട്ടിലെ ജനങ്ങളോടും പറയാനുള്ളത്. നന്ദി, നമസ്കാരം.